കഴിഞ്ഞ ദിവസം ഞാൻ വയനാട് എൻ്റെ പാരൻസിനെ കാണാനായിട്ട് പോയപ്പോൾ എനിക്കൊന്ന് പൂക്കോട് ലേക്ക് കാണണം തോന്നി. അവിടെ അടുത്ത് പൂക്കോട് ലേക്കിൻ്റെ അടുത്ത് തന്നെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീടുണ്ട്. അവിടെ താമസിച്ച് ഞങ്ങളെല്ലാവരും കൂടെ ഒന്ന് പൂക്കോട് ലേക്ക് കാണാൻ ഇറങ്ങി. കുട്ടിക്കാലത്ത് ഞങ്ങൾ എപ്പോഴും തന്നെ ഫാമിലി ട്രിപ്പാണെങ്കിലും പള്ളിയിൽ നിന്നാണെങ്കിലും ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മെയിൻ സ്ഥലങ്ങളിലൊന്നാണ് വയനാട്ടിലെ പൂക്കോട് ലേക്ക് എന്ന് പറഞ്ഞത്. അന്ന് നല്ല ഭംഗിയായിരുന്നു. ഭയങ്കര തടാകം, ഒരു വലിയ തടാകം, അതുപോലെ തന്നെ കുറേ എന്താ പറയുക ഐസ്ക്രീം പാർലറുകൾ, ടീ ഷോപ്പുകൾ, അങ്ങനെയൊക്കെ നല്ല രസമായിരുന്നു കാണാൻ. ചെമ്മീൻ കെട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു മെമ്മറീസ് ഒന്ന് അയവർക്കാമെന്ന് വിചാരിച്ചിട്ടാണ് രാവിലെ ഞങ്ങൾ എല്ലാവരും കൂടെ പൂക്കോട് ലേക്ക് കാണാൻ പോയത് കേട്ടോ. പിന്നെ എനിക്ക് തോന്നുന്നു ഞാനൊരു 10 വർഷം കൊണ്ടായിട്ടുണ്ട് പൂക്കോട് ലേക്ക് കാണാനായിട്ട് പോയിട്ട്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ടായിരുന്നു. പിന്നെ ആദ്യമായിട്ട് ഞാൻ വയനാടുകാരിയാണ്, പുൽപ്പള്ളിക്കാരി ആണെങ്കിൽ കൂടി എന്നെ ഇതുവരെ അട്ടയൊന്നും കടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. മറ്റേ രക്തം കുടിക്കുന്ന ലീച്ചുണ്ടല്ലോ, അതൊന്നും ഇതുവരെ എന്നെ കടിച്ചിട്ടില്ല. 10 വർഷം മുമ്പ് ഞാൻ അവിടെ പോയപ്പോഴാണ് ഒരു തവണ ഞാനതൊന്ന് എക്സ്പീരിയൻസ് ചെയ്തത്. അന്ന് നല്ല പേടിയൊക്കെ ഉണ്ടായിരുന്നു, കുറേ ബ്ലഡൊക്കെ പോയി. ഇപ്പോൾ നോക്കിക്കേ, ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ വന്ന് എൻട്രൻസ് കണ്ടപ്പോൾ തന്നെ ഞാൻ ആകെപ്പാടെ ഡൗണായിപ്പോയി. പിന്നെ നോക്കുമ്പോൾ അതാണ്ട് മതിലിനകത്ത് ആ ഓട്ടയിൽ കൂടെ കാണുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ കേട്ടോ. ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന എനിക്കറിയത്തില്ല ഇപ്പോൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ടോ എന്നൊന്നും ഞാനൊന്നും അന്വേഷിച്ചില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല സങ്കടം വന്നു. ആ ഓട്ടയിൽ കൂടെ ഞാൻ എടുത്ത വീഡിയോസാണ്. കുറേ വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തു. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഒരു എന്താ പറയുക ഗുരുകുലമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നല്ല ഭംഗിയായിരുന്നു അന്നൊക്കെ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന കാണാൻ. അതിൻ്റെ അവസ്ഥ ഇപ്പോൾ ഇങ്ങനെയാണ്. അതും പൂട്ടിക്കിടക്കുകയാണെന്ന് തോന്നുന്നു. അറിയില്ല അതും പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ള വിവരം. പിന്നെ എല്ലാം കഴിഞ്ഞ് കാറിൽ കയറി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കാറിനകത്ത് നിറച്ചട്ട എൻ്റെ കാലിൽ നിറച്ച് ലീച്ച് കടിച്ചിരിക്കുക. ഞാൻ ശരിക്കും പറഞ്ഞാൽ പേടിച്ചു പോയി. നിങ്ങളെയും കാണിച്ചു തരാം കേട്ടോ. നിങ്ങളെ മിക്കവാറും എല്ലാവരും തന്നെ കണ്ടിട്ടുണ്ടാകും. എന്നാലും ഈ ലീച്ച് എന്താണെന്ന്, ഈ രക്തം കുടിക്കുന്ന സാധനം എന്താണെന്ന് നിങ്ങളൊന്ന് കണ്ടോ വേണമെങ്കിൽ. ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ നന്നായിട്ട് പേടിച്ചു. ഞാൻ വല്ല ഹാർട്ട് അറ്റാക്ക് വന്ന് ചത്തു പോകുമെന്ന് വിചാരിച്ചു. അമ്മാതിരി സാധനമായിരുന്നു എന്നെ കടിച്ചത്. എത്ര അന്ന് എനിക്ക് എണ്ണാനൊന്നും പറ്റിയില്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. Bye-bye.